എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കോവളത്ത് നടത്തിയ ഒരു ബോട്ട് റൈഡിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ രസകരമായ ഒരു ബോട്ട് റൈഡായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ആദ്യമായിട്ടാണ് നടത്തുന്നത്, കടലിക്കൂട്, അതും കോവളത്ത്. വളരെ രസകരമായിരുന്നു. അത് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു രസകരമായ അനുഭവം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബിന്ദു നമ്മുടെ ആ ഒരു ബോട്ട് റൈഡ്? നല്ലതായിരുന്നു. കൊള്ളായിരുന്നല്ലേ? കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പിള്ളേര് നല്ല ഹാപ്പിയായി. നമ്മൾ കായലിൽ കൂടെ സ്പീഡ് ബോട്ടിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ കടലിൽ കൂടെ ഇത് ആദ്യമായിട്ടാണ് അല്ലേ? കടലിൽ കൂടെ നമ്മൾ ആദ്യമായിട്ടല്ലേ യാത്ര ചെയ്യുന്നത്? അതെ, നമ്മളിവിടെ ആലപ്പുഴയൊക്കെ പോയ സമയത്ത് ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ അധികം ദൂരെ ഇത് പോകും. ഈ ബോട്ടിൽ യാത്ര ചെയ്ത് നമ്മുടെ ഈ കരയിലെ അടുത്തൂടെ അല്ല പോകുന്നത്, ഒത്തിരി അധികം ദൂരെ കരയിൽ നിന്ന് മാറി കുറേ അധികം ദൂരെ സഞ്ചരിക്കും. അപ്പോൾ നമുക്ക് ആ കടലിൻ്റെ ആ ഒരു കടലിൽ കൂടെ യാത്ര ചെയ്യുന്ന ആ ഒരു രസം നമുക്ക് അനുഭവിച്ചറിയാം അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കോവളത്തു നിന്നും നമുക്ക് അങ്ങോട്ടുള്ള ആ ഒരു 4-5 ബീച്ച് വഴി, അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കടലിൽ നിന്നുകൊണ്ട് നമുക്ക് കരയിൽ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഒപ്പം നമ്മുടെ എല്ലാം തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായി മാറിയ നമ്മുടെ വിഴിഞ്ഞം ഹാർബർ, അവിടുത്തെ കാഴ്ചകളും അവിടെ കപ്പൽ വന്ന് അവിടെ കണ്ടെയ്നറുകൾ ഇറക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ കൊണ്ടുപോയ ഈ ബോട്ടിൽ നമ്മളോടൊപ്പം സഞ്ചരിച്ച ആ ചേട്ടൻ അതെല്ലാം പറഞ്ഞ് നമ്മളെടുത്ത് മനസ്സിലാക്കി തരികയൊക്കെ ചെയ്യും കേട്ടോ. കടലിൽ കൂടെയുള്ള ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ട് അനുഭവിക്കേണ്ടതാണ് അല്ലേ ബിന്ദു? എങ്ങനെ നമ്മുടെ നല്ല രസമാണ്. കാരണം അമ്മൂനും അതുപോലെ തന്നെ അപ്പൂനും നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു യാത്ര. അപ്പൂസ് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ഓളങ്ങൾ ഈ വന്ന് അടിക്കാൻ നേരത്തെ ഈ ബോട്ട് ഇങ്ങനെ ഇത്രയും സ്പീഡിൽ പോവുകയല്ലേ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അത് ചാടി 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 അപ്പൂസ് ഈ വീഡിയോ നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പൂസ് കണ്ടപ്പോൾ തന്നെ അപ്പൂസിന് ഭയങ്കര സന്തോഷമായി. അപ്പൂസിന് എന്താ അപ്പൂസെ ചാടി ചാടി പോവുകയാണ് അപ്പൂസ്. അങ്ങനെ നല്ല കാഴ്ചകൾ കാണാൻ നിങ്ങളിത് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു ബോട്ട് യാത്ര. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ചേട്ടനുമായിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ആ ചേട്ടൻ പങ്കുവച്ചായിരുന്നു കേട്ടോ. അവിടെ ഹാർബർ വന്നതും അതുമായിട്ട് നടന്ന സമരങ്ങളും അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പുള്ളി പറഞ്ഞായിരുന്നു. എങ്കിലും നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് നേരിട്ട് പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മൾ കരയിലേക്ക് വന്നു. കരയിലേക്ക് വന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് കരയിലേക്ക് വരുമ്പോൾ നല്ല ഒരു നമ്മുടെ എന്താ പറയുക വലിയ അഞ്ഞൽ കയറി ഒഴുകി വരുന്ന ആ ഒരു രസമായിരുന്നു അല്ലേ എന്തു? നല്ല ഓളമായിട്ട് കൊള്ളായിരുന്നു അത്. അങ്ങനെ നമ്മൾ കരയിൽ വന്ന് പിന്നെ ഈ ബോട്ട് അടുപ്പിച്ച സമയത്ത് നമുക്ക് അവരെ കൂട്ടത്തിൽ ആ ബോട്ടൊക്കെ നീക്കിയിടാനും നമ്മൾ സഹായിച്ചായിരുന്നു. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. കാരണം നല്ല മനുഷ്യരാണ്. കാരണം അവർ കുറേയധികം കാര്യങ്ങൾ പറയുകയും നമ്മുടെ ഈ വിഴിഞ്ഞ ഹാർബറായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയുകയും അവിടുത്തെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ബോട്ടിൽ പോകുമ്പോൾ അവർ ഓരോ സ്ഥലങ്ങളിൽ കരയിലുള്ള ആ ബീച്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് വ്യക്തമായി നമ്മളടുത്ത് പറഞ്ഞു തരികയൊക്കെ ചെയ്ത് അങ്ങനെ അവർക്കൊരു ചെറിയ സഹായം ചെയ്താണ് നമ്മളവിടെ നിന്ന് മടങ്ങിയത്.